നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന ശശി തരൂരിനെ അനുനയിപ്പിക്കാൻ നീക്കം. രാഹുൽ ഗാന്ധി തരൂരുമായി സംസാരിക്കും. ശശി തരൂരിന്റെ പ്രയാസങ്ങൾ ഉടൻ പരിഹരിക്കുമെന്ന് കെ മുരളീധരൻ വ്യക്തമാക്കി. മുങ്ങാൻ പോകുന്ന കപ്പലിലേക്ക് തരൂർ പോകില്ലെന്നും മുരളീധരൻ പറഞ്ഞു. ശശി തരൂർ ഇടതുപക്ഷത്തേക്ക് ചായുന്നു എന്ന തരത്തിൽ പുറത്തുവന്ന വാർത്തകൾ തരൂരിന്റെ തന്നെ സമ്മർദ്ദതന്ത്രമായാണ് കോൺഗ്രസ് കാണുന്നത്. എങ്കിലും തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് തരൂരിനെ പ്രകോപിപ്പിക്കേണ്ടതില്ല എന്നാണ് നേതൃത്വത്തിന്റെ നിലപാട്. ശശി തരൂരുമായി രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ സംസാരിക്കും. സമവായ ചർച്ച 2 ദിവസത്തിനുള്ളിൽ ഉണ്ടാകുമെന്നാണ് കെ മുരളീധരൻ വ്യക്തമാക്കുന്നത്. അദ്ദേഹത്തിനെ പോലൊരു അന്തർദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ഒരു നേതാവ് ഒരു മുങ്ങുന്ന കപ്പലിൽ കയറുമെന്ന് സാമാന്യ ബോധമുള്ള ആരും വിശ്വസിക്കില്ല. ക്യാപ്റ്റൻ അടക്കം മുങ്ങാൻ പോകുന്നൊരു കപ്പലാണ്. രാഹുൽ ഗാന്ധി തന്നെ നേരിട്ട് അദ്ദേഹവുമായി സംസാരിച്ച് അദ്ദേഹത്തിന്റെ പ്രയാസങ്ങൾ നീക്കുന്ന മഹാപഞ്ചായത്തിനിടെ ഉണ്ടായ സംഭവങ്ങളാണ് തരൂരിന്റെ അതൃപ്തിക്ക് കാരണമെന്ന് മുരളീധരൻ. മഹാപഞ്ചായത്തിന്റെ സമ്മേളനത്തിൽ അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കാത്തൊരു കാര്യത്തിൽ അദ്ദേഹത്തിന് പ്രയാസമുള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പക്ഷേ ശ്രീ രാഹുൽ ഗാന്ധിയുടെ കുറ്റമല്ല. അദ്ദേഹത്തിന് എഴുതി കൊടുത്ത ആ ലിസ്റ്റാണ് അദ്ദേഹം വായിച്ചത്. അതല്ലാതെ ശ്രീ ശശി തരൂരിനെ മനഃപൂർവ്വം ഒഴിവാക്കാൻ ഒരിക്കലും രാഹുൽ ഗാന്ധി ശ്രമിച്ചിട്ടില്ല. ഡൽഹിയിൽ നടന്ന സ്ഥാനാർത്ഥി നിർണയ ചർച്ചയ്ക്ക് ക്ഷണിക്കാത്തതിലുള്ള നീരസം കെ മുരളീധരൻ പരസ്യമാക്കുകയാണ്. എങ്കിലും കടുത്ത നിലപാടിനില്ല. ഡൽഹിയിൽ ചർച്ചയ്ക്ക് പോയപ്പോൾ ഞങ്ങളെയൊക്കെ ഒഴിവാക്കി. ഞങ്ങളൊന്നും പരാതി പറഞ്ഞില്ലല്ലോ. കാരണം പാർട്ടി ഒരു യുദ്ധമുഖത്ത് നിൽക്കുന്ന സമയത്ത് ഇതുപോലത്തെ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടതല്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളൊന്നും പ്രതികരിക്കാതിരുന്നത്. അല്ല, ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.